ഏറ്റവും പ്രിയപ്പെട്ടവരെ, സുഭദ്ര സതീശൻ, എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ ചെയ്യാമെന്നുള്ളൊരു മോഹം. ഞാനൊരു ട്യൂഷൻ ടീച്ചറും കൂടിയാണ്. അപ്പോൾ അവർ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ മലയാളം ചോദ്യപേപ്പറിൽ കുട്ടികൾ തന്നെ സ്വയം തയ്യാറാക്കി അവതരിപ്പിക്കേണ്ടുന്ന ഒരു ചോദ്യ വിഭാഗമുണ്ട്. പഴഞ്ചൊല്ല് വ്യാഖ്യാനം. പഴഞ്ചൊല്ലുകളും കടങ്കഥകളും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ചില കുട്ടികൾക്ക്. പഴഞ്ചൊല്ല് വേറെയാണ്, കടങ്കഥ വേറെയാണ്. പഴഞ്ചൊല്ലുകളേ ഉള്ളൂ, പുതുച്ചൊല്ലുകളില്ല. പണ്ടത്തെ കാലത്തെ പ്രാചീന കവികൾ അടങ്ങുന്ന ഒരുപാട് എഴുത്തുകാർ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സമൂഹത്തിന് തന്ന ഏറ്റവും മൂല്യവത്തായ ആശയങ്ങളാണ് പഴഞ്ചൊല്ലുകൾ. ഓരോ പഴഞ്ചൊല്ലും അത് സ്ഥിതി ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. എല്ലാ പഴഞ്ചൊല്ലും എല്ലാ സാഹചര്യങ്ങളിലും പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ പറഞ്ഞുകൂടാ അതിനെ പറ്റിയിട്ട്. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കയറി വരുന്ന ആദ്യത്തെ പഴഞ്ചൊല്ല് പരിചിതമായ പഴഞ്ചൊല്ലാണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. കുഞ്ഞുങ്ങളാണെങ്കിലും ശരി, മുതിർന്നവരാണെങ്കിലും ശരി, ഇതിൻ്റെ ആശയം ഉള്ളിലുണ്ടാവും എല്ലാവരുടെയും. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഏത് രീതിയിലാണ് അതിൻ്റെ വാക്കുകൾ വരേണ്ടത് എന്നുള്ള ഒരു ധാരണ ഉണ്ടായാൽ മതി. പൊന്ന്, മിന്നുക എന്ന 2 പദങ്ങളിൽ യാതൊന്നും തന്നെ നമുക്ക് തരാതെ അത് നേരെ കൊണ്ടുപോകുന്ന മറ്റൊരു വിശാലമായ അർത്ഥതലമാണ് ആ പഴഞ്ചൊല്ലിൻ്റെ ആശയം. ഒറ്റ കാഴ്ചയിൽ ആദ്യത്തെ പകിട്ടിൽ ആരെയും വിശ്വസിക്കരുത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു വാചകത്തിൽ പറയാം. പക്ഷെ പ്രകൃതിയെ പറ്റിയിട്ടോ ജീവജാലങ്ങളെ പറ്റിയിട്ടോ ഒന്നുമല്ല ആ പഴഞ്ചൊല്ലിൽ നമുക്ക് തരുന്ന സൂചന. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കാലാവധി എന്ന് പറയുന്നത് ഒരു വ്യാഴവട്ടമാണെന്നാണ് പഴയ കാലത്തുള്ളവർ പറയുക. വ്യാഴവട്ടം എന്ന് വെച്ചാൽ 12 വർഷമാണ്. എന്നിട്ടോ 12 വർഷം കൊണ്ട് നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റുമോ? എന്നിട്ടും എത്രയോ ചതികളിലും അബദ്ധങ്ങളിലും നമ്മൾ സങ്കടങ്ങളിലായി പോയവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ? അപ്പോൾ ഒരാൾ നമ്മൾ കാണുന്ന സമയത്ത് ആ വ്യക്തി ധരിച്ചിരിക്കുന്ന വേഷമാവട്ടെ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയാവട്ടെ, ഭാഷയാവട്ടെ, പ്രശസ്തിയോ പദവിയോ എന്തുമാവട്ടെ, ഒരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡങ്ങൾ അതൊന്നുമല്ല. എന്താണ് ആ വ്യക്തിയുടെ തനിനിറം എന്നറിയാൻ നമ്മൾ കൂടുതൽ ഇടപഴകേണ്ടതുണ്ട്. എന്നാൽ പോലും അറിയാതിരിക്കുന്ന ഒരു രഹസ്യമാണ് ഓരോ മനുഷ്യരും. ഇത്തരം ഓർമ്മപ്പെടുത്തലിലേക്കാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന പഴഞ്ചൊല്ല് പോണത്. വരും വീഡിയോകളിൽ ഇതേപോലെ കുഞ്ഞു പഴഞ്ചൊല്ലുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, കുറച്ച് വാക്കുകൾ കൊണ്ട് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കണമെന്നാണ് എൻ്റെ മോഹം. എൻ്റെ FB പേജിലും ജ്വാല എന്ന യൂട്യൂബ് ചാനലിലും ഞാനിത് ഷെയർ ചെയ്യും. താല്പര്യമുള്ളവർ കാണണം. കുഞ്ഞു മക്കൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും കാണാം. നമസ്കാരം.